അതായത് സ്കൂൾ വിട്ട സമയത്ത് ഞാൻ അവിടെ ചെല്ലുന്നു. കൃത്യം നിങ്ങൾ പറഞ്ഞ സ്കൂൾ ബസ്സിന്റെ മറവിൽ ഞാൻ കാത്തു നിന്നു. അപ്പൊ കൃത്യമായി കുട്ടികളുടെ ഇടയിലൂടെ നിങ്ങൾ പറഞ്ഞ കുട്ടിയും വരുന്നുണ്ട്. ഞാൻ തയ്യാറായിട്ട് നിന്നു. പെട്ടെന്ന് വാരിയെടുത്ത് വാനിലിട്ട് കൊണ്ടുപോകാനായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ അത് നടന്നേനെ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് മുമ്പ് ഒരു ട്രാവലർ വന്നു നിന്നു. സെക്കൻഡുകൾക്കുള്ളിൽ അത് കടന്നു പോവുകയും ചെയ്തു. നോക്കിയപ്പോ കുട്ടിയെ കാണാനില്ല. അപ്പൊ വേറെ ആരോ കൊണ്ടുപോയോ? കൊണ്ടുപോയി. ചില സിനിമകളിൽ കാണുന്ന പോലെ തട്ടിക്കൊണ്ടുപോയി. ഈശ്വര, അതാരാ? അറിയില്ല. ആരായാലും നമ്മുടെ നീക്കങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ടുണ്ടാവും. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സൂക്ഷിക്കാന്ന് വെച്ചാ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ചുമ്മാ പറഞ്ഞ് പേടിപ്പിക്കാ ജമാലെ. പേടിപ്പിച്ചല്ല, എന്തായാലും ഒരു മുൻകരുതൽ നല്ലതല്ലേ. ഞാൻ ഏതായാലും ഒരു 2 ദിവസത്തേക്ക് മാറിയിരിക്കാം. കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുമല്ലോ. കുഴപ്പമാവോ? ഇതെന്റെ തലയിലേക്ക് വരുമോ? എന്താ അമ്പികെ, മോളെവിടെ? അച്ഛൻ നാളെ മോളെ വേറൊരു സ്ഥലത്ത് കൊണ്ടാവും. ആരും പോകാത്തൊരു സ്ഥലത്ത്. അവിടെ ചെല്ലുമ്പോ മോക്ക് ഇഷ്ടമുള്ള ഒക്കെ വാങ്ങിച്ചേരാം. ഒന്ന് പോവങ്ങളേ, നാളെ എനിക്ക് ക്ലാസ് ഉണ്ട്. ഒരു ദിവസം പോണ്ടെന്നേ. നന്നായിരിക്കും. ചെന്നില്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കണേ ഞാനല്ല, അമ്മ ചെന്ന് എഴുതി കൊടുക്കണം. എന്നെ തല്ലുവിളിക്കാനുള്ള എല്ലാ പണിയും അങ്കളുടെ ഉണ്ടല്ലേ. എന്താ അമ്പികെ, മോളെവിടെ? എവിടെ എന്റെ മോള്? പറ. മിഠായും ചോക്ലേറ്റും കൊടുത്ത് നിങ്ങൾ എങ്ങോട്ടാ എന്റെ മോളെ വിളിച്ചോണ്ട് പോയത്? അമ്പികെ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ആരും പോകാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞത് എവിടെയാ? എവിടെ കൊണ്ടുപോയി കൊടുത്തു എന്റെ കുഞ്ഞിനെ? ഞാൻ മോളെ കണ്ടിട്ടില്ല. കള്ളം. നിങ്ങൾ കള്ളനാ. ഞാൻ കേട്ടതാ. ഇന്ന് മോളെ കൊണ്ടുപോകാന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. എവിടെ കൊണ്ടുപോയി? എവിടെ കൊണ്ടുപോയി എന്റെ മോളെ? പറ. മോളെ സ്നേഹിച്ചു എന്നും ലാളിച്ചു എന്നുള്ളൊക്കെ നേരാ. അതെവിടെയും കൊണ്ട് കളയണമെന്നും ആയിരുന്നില്ല. മോളെ എനിക്കിഷ്ടം. പലവട്ടം തള്ളി പറയുമ്പോഴും ഉള്ളിൽ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മോളെ അവളും. എത്ര നിഷേധിച്ചിട്ടും അടുത്ത് കണ്ടപ്പോൾ സ്നേഹിച്ചു പോയത് അതുകൊണ്ടാ. ഞാൻ എൻ്റെ മോളെ ഒരിടത്ത് ഉപേക്ഷിക്കില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല ഇതൊന്നും. എനിക്കറിയില്ല ഇതൊന്നും. പിന്നെ എവിടെ പോയി എന്റെ കുഞ്ഞ്? ആര് കൊണ്ടുപോയി? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അമ്മ പറയുമ്പോഴേ വിവരം അറിയുന്നേ. സ്കൂളിൽ പോയിട്ടല്ലേ, അവർക്കറിയില്ലേ? ആർക്കും അറിയില്ല. എവിടെ പോയത് ആർക്കും അറിയില്ല. നീ ഒന്ന് സമാധാനപ്പെട്. ഒന്ന് അന്വേഷിക്കട്ടെ. ഞാൻ കൂടി ഒന്ന് അന്വേഷിക്കട്ടെ. നീ ഇതുവരെ റെഡി ആയില്ല? ഓ, ഈ പറഞ്ഞ ഷർട്ട് പോലും മാറ്റിട്ടില്ലല്ലോ. അതിന് എനിക്ക് എത്ര സമയം വേണ്ടത്? ഞാൻ ദാന്ന് റെഡി ആവില്ലേ? 6:30ക്കല്ലേ സിനിമ? സമയമുണ്ടല്ലോ. തിരക്കായിരിക്കും. തിരക്കാവട്ടെ സിദ്ധാർത്ഥ. ഒരു തിരക്കൊഴിഞ്ഞ തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടം തിരക്കില് ഭർത്താവിനോട് ചേർന്നിരുന്ന് ഇടിച്ചു കയറി സിനിമ കാണുന്നതാ. ഒരു ത്രില്ലുണ്ടതിന്. ആരും എന്നെ നോക്കണ്ട, എന്റെ കെട്ടിയും കൂടെ ഉണ്ടെന്നുള്ള അഹങ്കാരം മുഖത്ത് കാണും. അതെ, ഈ സായാഹ്നം നിനക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചു. വേണമെങ്കിൽ രാത്രിയും നമുക്ക് വഴിവിളക്കിന്റെ വെളിച്ചത്തില് പൊരിക്കടലും കുറച്ചുകൊണ്ട് നടക്കാം. രാജവീഥി പിന്നിട്ട് രാത്രിയുടെ നിശബ്ദതയിൽ 2 രാക്കിളികളെ പോലെ. എന്താ? രാത്രി നമുക്ക് തട്ടുദോശ കഴിക്കാം. ചൂടായ കല്ലിലേക്ക് ഒഴിക്കുമ്പോ ശിറന്ന് ഒച്ച കേൾക്കുന്ന കുഞ്ഞു തട്ടുദോശയും എരിവുള്ള ചമ്മന്തി. തൽക്കാലം ഞാനൊന്ന് പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. ഓക്കെ? അംബിക. ഹലോ ഏട്ടാ, ഞാൻ മാനസാംബികെ. സിദ്ധാർത്ഥം കുളിക്കുക. മാനസ, ഏട്ടനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. എന്റെ മോളെ കാണാനില്ല. സ്കൂളിൽ നിന്ന് പോന്നു, പക്ഷെ വീട്ടിലെത്തിയിട്ടില്ല. എവിടെയാണെന്ന് ആർക്കും അറിയില്ല.
ആരും വണ്ടിയിലെ കയറ്റി കൊണ്ടുപോയെന്നൊക്കെ പറയുന്നു. എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. ഏട്ടനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. മാനസേ, ഹലോ ഹലോ മാനസേ. ഈശ്വര, റേഞ്ചും ഇല്ലേ? ഈ സായാഹ്നം നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചു. വേണമെങ്കിൽ രാത്രിയും നമുക്ക് വഴിവിളക്കിന്റെ വെളിച്ചത്തില് പൊരിക്കടലും കുറച്ചുകൊണ്ട് നടക്കാം. രാജവീഥി പിന്നിട്ട് രാത്രിയുടെ നിശബ്ദതയിൽ രണ്ട് രാക്കിളികളെ പോലെ. എന്താ? ഇനി എവിടെ പോയി അന്വേഷിക്കാനാ ഞാൻ എന്റെ മോളെ? ആരാ എന്റെ മോളെ കൊണ്ടുപോയത്? എന്ത് സംഭവിച്ചു എന്നറിയാൻ എന്താ ഒരു മാർഗമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക ഞാൻ. ആരോ ശത്രുക്കളെ അമ്മ മനപ്പൂർവ്വം എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് ആയിരിക്കും. ആരോ മനഃപൂർവ്വം ചെയ്തതായത്. എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, എവിടാന്ന് ഒരു വിവരവും ഇല്ല. ഒരു വിവരവും കിട്ടിയില്ലേ? ഇല്ല. കിട്ടും, കിട്ടണം. അന്വേഷിക്കാമെന്നല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അരവിന്ദേട്ടാ, അംബികയ്ക്ക് മോളെ തിരിച്ചു കിട്ടണം. ഇല്ലെങ്കിലേ അത് വലിയ കുഴപ്പങ്ങളിലേക്ക് പോകും. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അന്വേഷിച്ചു, ഒരറിവുമില്ല. വേണുട്ടാ, ഞാനൊരു വഴക്കിനും ഇല്ല, ഒരു ശല്യത്തിനും ഇല്ല. എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. അംബിക ഇപ്പോഴെന്നെ സംശയിച്ച് എന്നെ സംസാരിക്കുന്നേ. കുഞ്ഞിനെ ദ്രോഹിക്കാൻ ഞാൻ ശ്രമിക്കില്ല. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. ഞാൻ പല ക്രിമിനൽ ബുദ്ധികളും കാണിച്ചിട്ടുണ്ട്. എന്റെ വിജയത്തിനും എന്റെ സന്തോഷത്തിനും വേണ്ടി പലർക്കും ദ്രോഹം വരുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഗോപുമോളെ. പിന്നെ എന്റെ മോൾ എവിടെ പോയി? അതെനിക്കറിയില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കാം, അതാ നല്ലത്. പോലീസോ? അതെ, പോലീസില്. അവരെ അന്വേഷിക്കട്ടെ. ഇത് ചെയ്തത് ആരായാലും അവരെ വെറുതെ വിടരുത്. പരാതി കൊടുക്കുന്നതല്ലേ നല്ലത്. ആയിക്കോട്ടെ, കൊടുക്കാം, പരാതി കൊടുക്കാം. അംബിക വാ, നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. ചെല്ലുമോളെ, അതാ നല്ലത്. മോളെ സംഗതി കൈവിട്ടുപോയ മട്ടാണല്ലോ. എന്താ അങ്കിളെ, കുട്ടിക്ക് കുഴപ്പമല്ലതും? അതല്ല, കുട്ടി നമ്മുടെ കയ്യിൽ എത്തിയിട്ടില്ല. പിന്നെ ജമാല് ചെയ്യുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് കുട്ടിയെ ആരോ കൊണ്ടുപോയിട്ടുണ്ട്. ഒന്നുകിൽ രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ മറ്റാരോ കടത്തി. നമുക്ക് കുഴപ്പമാവോ അങ്കിളെ? വേറെ ആരെങ്കിലും കൊണ്ടുപോയതാണെങ്കിൽ നമ്മളെ ബാധിക്കില്ല. മറിച്ച് ആരെങ്കിലും കുട്ടിയെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അവര് നമുക്കെതിരായിരിക്കും. നമ്മളെ കൊടുക്കാനായിരിക്കും അവരുടെ നീക്കം. അങ്കിളെ, എന്തെങ്കിലും കുഴപ്പം പറ്റിയ എന്നെ രക്ഷിക്കണേ. ഞാനൊരു പെൺകുട്ടിയാ. പോലീസുകാരെങ്കിലും കൊണ്ടുപോയാ നാണക്കേട് അങ്കിളിനും കൂടിയാ. എന്ന് വെച്ച് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അംബികയും വേണു കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുക, കുട്ടിയെ കാണാനില്ലെന്ന് പരാതി കൊടുക്കാൻ.
മണിക്ക് സ്കൂൾ വിടും സർ. 4 മണിവരെ മാക്സിമം. 4:10 ആവുമ്പോഴേക്കും സ്കൂൾ ബസ്സിൽ മോള് വീട്ടിൽ വരുന്നത്. കാണാതാ ഇപ്പൊ സ്കൂളിൽ ചെന്ന് നോക്കി, അവിടുന്ന് പോയി സ്കൂൾ ബസ്സിൽ കയറിയിട്ടില്ല. മറ്റു കുട്ടികളുടെ വീട്ടിൽ അന്വേഷിച്ചോ? ചിലപ്പോ കൂട്ടുകാരുടെ കൂടെ പോയതാണെങ്കിലോ? സ്കൂളിൽ നിന്ന് എല്ലാവരുടെയും വീട്ടിലും വിളിച്ചു ചോദിച്ചു, എങ്ങും എത്തിയിട്ടില്ല സർ. എന്റെ മോള് പരിഭ്രമിക്കാതിരിക്കൂ, നമുക്ക് അന്വേഷിക്കാം. ഏതോ ഒരു വാനിൽ കയറിപ്പോയെന്ന് ചില കുട്ടികൾ പറഞ്ഞു എന്ന്. ശരിയാണോന്ന് അറിയില്ല. ആ വണ്ടിയുടെ നമ്പർ എന്തെങ്കിലും? അറിയില്ല സർ. നിങ്ങൾ കുട്ടിയുടെ അച്ഛനും അമ്മയല്ലേ? അതെ സർ. പേര്? ഞാൻ വേണുഗോപൻ. ഇത് അംബിക വേണുഗോപൻ. കുട്ടിയുടെ ഡീറ്റെയിൽസ് ഉണ്ടോ? ശരി, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ അന്വേഷിക്കാം. സർ, എന്റെ മോള്. ധൈര്യമായിട്ട് പോകൂ, അന്വേഷിക്കാം. ആ മിസ്റ്റർ വേണുഗോപാൽ. എന്താ സർ? നിങ്ങൾക്കാരെങ്കിലും ശത്രുക്കളുണ്ടോ? ഐ മീൻ, കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രം ധൈര്യമുള്ളവർ. അങ്ങനെ എടുത്തു പറയാൻ ആരുമില്ല സർ. എന്നാലും വീട്ടിൽ ചെന്ന് ശാന്തമായിട്ടൊന്ന് ആലോചിക്കുക. ഏതെങ്കിലും മുഖങ്ങൾ തെളിഞ്ഞു വരാതിരിക്കില്ല. എനിക്ക് നിങ്ങളെ ഇപ്പൊ പേടിയാ അരവിന്ദേട്ടാ. പേടിക്കണം. ഭർത്താവിനെ പേടിക്കുന്ന എന്തുകൊണ്ടും നല്ലതാ. ഭർത്താവിനെ പേടിക്കുന്നതേ ബഹുമാനം കൊണ്ടായിരിക്കണം. ഇതല്ല. എന്നോടെങ്കിലും സത്യം പറയണം. നിങ്ങളല്ലേ ഗോവുമോളെ പിടിച്ചോണ്ട് പോകാൻ ആളെ ഏർപ്പാടാക്കിയത്? ഗീതവും നിങ്ങളും കൂടെ പ്ലാൻ ചെയ്തല്ലേ അത്? അല്ല. അതെ. എന്നെ ഒളിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് പലതും ഞാൻ കേട്ടു. അങ്ങനെ എന്തെങ്കിലും കേട്ടെങ്കില് അത് സത്യമല്ല. അരവിന്ദേട്ടാ, ഇങ്ങനെ എന്നെ പൊട്ടിയാക്കല്ലേ. എനിക്കറിയാവുന്നല്ലേ നിങ്ങളെ. നീ വെറുതെ ഓരോന്ന് പറഞ്ഞ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഇല്ല, ദേഷ്യം വരാൻ വേണ്ടി ഞാൻ ഒന്നും പറയുന്നില്ല. ഒരു അപേക്ഷയുണ്ട്, അത് സാധിച്ചു തരണം. എന്തുവാ? അരവിന്ദേട്ടാ, ഒരു കുഞ്ഞിന്റെ ജീവൻ വെച്ച് കളിക്കരുത്. ആ പാവം എന്തു പിഴച്ചിട്ടാ. കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുന്നതിന്റെ പാവം ഒരു കാലത്തും തീരില്ല. ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. ഗോപുമോളെ തിരിച്ചു തരണം. അരവിന്ദേട്ടന്റെ കാല് പിടിക്കാൻ ഞാനെന്താ എന്റെ മടി കൊണ്ടു നടക്കാണ് ആ കൊച്ചിനെ? തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഞാൻ യാചിക്കുക. മോളെ കിട്ടിയില്ലെങ്കിൽ അംബിക ആദ്യ പിടിച്ചു മരിക്കും. അങ്ങനെ ഒരു മരണം കാണണോ അരവിന്ദേട്ടന്? അവളുടെ വിധി അങ്ങനെയാണ്. എനിക്ക് തടുക്കാൻ പറ്റുമോ? അരവിന്ദേട്ടന് പറ്റിയില്ലെങ്കിൽ വേണ്ട, പക്ഷെ എന്നാലാകുന്ന ഞാൻ ചെയ്യും. അപ്പോഴെന്നെ കുറ്റപ്പെടുത്തരുത്. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയില്ല, പക്ഷെ 2 ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്നാലാകുന്ന എന്തും ചെയ്യും ഞാൻ. നാളെ നേരം വെളുക്കുന്നത് വരെ അരവിന്ദേട്ടന് സമയമുണ്ട്. ആലോചിക്കേ. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഓലപ്പാമ്പ് കണ്ടാലൊന്നും പേടിക്കല്ലേ അരവിന്ദാക്ഷൻ? പാമ്പും ചേമ്പൊന്നും അല്ല, എന്റെ ഒരു അപേക്ഷയാ. ഗോപുമോളെ തിരിച്ചു കൊണ്ടുവരണം. അരവിന്ദേട്ടനറിയാതെ അവളെ ആരും കൊണ്ടുപോവില്ല. ദയവ് ചെയ്ത് ആ കുഞ്ഞിനെ ഉപദ്രവിക്കരുത്. ഒരുപാട് വൈകിയോ സിദ്ധു നമ്മള്? കുറച്ചു വൈകി പോയി. ഏട്ടനെ എടുത്തിയൊക്കെ ഉറങ്ങിക്കാണും. വിളിച്ചെണീപ്പിക്കണ്ടേ? അല്ലാതെ പറ്റില്ലല്ലോ. സാരമില്ല, എന്നുമില്ലല്ലോ. വാ. ഹരിയേട്ടൻ ഉറങ്ങിയില്ല ഇതുവരെ? ഏട്ടൻ മാത്രമല്ല, ഞാനും ഉറങ്ങിയിട്ടില്ല.
നിങ്ങൾ വന്നിട്ടേ കിടക്കുന്നുള്ളൂ എന്ന് ഹരിക്ക് വാശി. അപ്പൊ പിന്നെ ഞാനും വിട്ടുകൊടുത്തില്ല. ഇത്രയും വൈകുമെന്ന് വിചാരിച്ചില്ല. സിനിമ കഴിഞ്ഞിട്ട് വേറെ എവിടേക്കെങ്കിലും പോയോ? എങ്ങും പോയില്ല. ഞങ്ങള് ചുമ്മാ അലഞ്ഞു നടന്നു. തട്ടുകടയെന്നും പെട്ടുകടയെന്നും ഒക്കെ ഓരോന്ന് കഴിച്ച് ചുമ്മാ ഓരോന്ന് പറഞ്ഞു നടന്നു. ഈ രാത്രിയിലോ? അതൊന്നും നല്ലതല്ല, പേടിക്കണം. ഹേയ്, എനിക്കറിയാവുന്ന സ്ഥലങ്ങളാ. ഈ രാത്രി കുരുത്തക്കേട് ഇറങ്ങുന്ന പിള്ളേരെല്ലാം എന്റെ വർക്ക്ഷോപ്പിൽ വണ്ടിയായിട്ട് വരുന്നവരാ. പിന്നെ പേടിക്കേണ്ടത് പോലീസുകാരുടെ ചോദ്യങ്ങളാണല്ലോ. SP യുടെ പെങ്ങൾക്ക് പോലീസുകാരെ എന്ത് പേടിക്കാനാ? അല്ല, വൈകി എത്തുമ്പോ ഒരു പേടിയാ മനസ്സില്. അല്ല, പേടിച്ചിട്ടും കാര്യമില്ല, സംഭവിക്കാനുള്ളത് സംഭവിക്കും. നിങ്ങൾ കഴിച്ചല്ലോ അല്ലേ? പിന്നെ വയറ് നിറച്ച് കഴിച്ചു. എന്നാ എനിക്ക് കിടക്കാൻ നോക്ക്, നേരെ ഒരുപാടായി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവര് തമ്മില് പഴയ പോലെയല്ല, നല്ല അടുപ്പത്തിലല്ലേ? അറിയില്ല. ഇങ്ങനെയൊക്കെ നടക്കാൻ എനിക്കും കൊതിയുണ്ട്. ആര് കൊണ്ടുപോവാൻ? ഞാൻ ഈ സിറ്റിയിലെ IPS റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. നീ അറിയപ്പെടുന്ന ഒരു കാർഡിയോളജിസ്റ്റും. നമുക്ക് നിലക്കടലയും കുറച്ചുകൊണ്ട് റോഡിലൂടെ നടക്കാൻ പറ്റില്ല. വേണ്ട, അകലേക്ക് എവിടെയെങ്കിലും പോവാലോ, ആരും അറിയാത്ത സ്ഥലത്തേക്ക്. പോയിട്ടുണ്ടല്ലോ ഗൗരി, കല്യാണം കഴിഞ്ഞ കാലത്ത് എവിടെയെല്ലാം പോയി നമ്മള്. പക്ഷേ ആ സ്നേഹമൊന്നും ഇപ്പൊ ഹരിക്കില്ല. എനിക്ക് പുതിയ പിള്ളേരെ ആടിപ്പാടി നടക്കണ കാണുമ്പോ ഒരു അസൂയുണ്ട്. പ്രായം കടന്നു പോകുന്നതിന്റെ ലക്ഷണമാണോ ഹരി? അല്ല, മനസ്സിന് പ്രായമായോ എന്നതിന്റെ സംശയം അത്. നീയേ ഇപ്പോഴും ഒരുങ്ങിയിറങ്ങിയ ഒരു കൊച്ചു പെണ്ണല്ലേ? അത് കളിയാക്കിയതാ. അല്ല, ഏതായാലും ഉറക്കം പോയി. നീ വാ, സൗന്ദര്യത്തിന്റെ ചില ലക്ഷണശാസ്ത്രങ്ങൾ പറഞ്ഞുതരാം. ഒരു നല്ല ദിവസം കഴിഞ്ഞു പോയി അല്ലേ മനസ്സേ? ആ സിനിമ കാണണ്ടായിരുന്ന സിദ്ധു? എന്തുപറ്റി? അത്രയും സമയം വേറൊരു ലോകത്തായി പോയില്ലേ? നമുക്ക് ആ സമയത്ത് ബീച്ചിൽ വെറുതെ ഇരിക്കായിരുന്നു. ഇനി ആവട്ടെ, അടുത്ത തവണ നമ്മൾ സിനിമ ക്യാൻസൽ ചെയ്യുന്നു, പകരം ബീച്ച്. ഈ കരയെ പ്രണയത്തിര കൊണ്ട് മൂടുന്ന കടലിനെ കണ്ടോണ്ടിരിക്കാം. എന്താ? എത്ര നന്നായിട്ടാ സിദ്ധു സംസാരിക്കുന്നത്. കോളേജിൽ ഏതായിരുന്നു വിഷയം? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് എന്തായിരിക്കും വിഷയം? പിന്നെ ഇങ്ങനെ ഭാഷ ഇങ്ങനെ വഴങ്ങുന്നു? അതൊരു സിദ്ധിയൊന്നുമല്ല. എപ്പോഴോ വായിച്ച കുറെ പുസ്തകങ്ങൾ മനസ്സിന്റെ കണ്ണാടിയായി. പിന്നെ എന്നും മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ളത് സ്നേഹം മാത്രമാ മനസ്സേ. അപ്പോ നല്ല വാക്കുകൾ പുറത്തു വരും, വാക്കുകൾ നന്മയായിട്ട് വരും. വെറുതെ അല്ല, ഫോണിന്റെ ഓഫായി കിടക്കുമായിരുന്നു. ഞാൻ ആലോചിക്കായിരുന്നു ഇതുവരെ ഒറ്റ കോളും വന്നിട്ടില്ലല്ലോ എന്ന്. ഓ, അംബികയുടെ മിസ് കോൾ എടുക്കുന്നുണ്ട്. എന്തിനാണോ വിളിച്ചത്? ഇനിയിപ്പോ ഈ രാത്രി വിളിക്കണ്ട. സമയം എന്തായെന്നാ? അംബിക കിടന്നുറങ്ങിക്കാണും. ആ ശരിയാ, ഇനിയിപ്പോ നാളെ വിളിക്കാം അല്ലേ? അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം മനസ്സേ. അവരെ കളഞ്ഞിട്ടിങ്ങ് പോന്നെങ്കിൽ തന്നെ സമാധാനം കിട്ടിയാനെ. അതെങ്ങനാ, ഒരു കുഞ്ഞായി പോയില്ലേ, അതും പൊന്നുപോലത്തെ ഒരു മോള്. അതിന് അച്ഛനെ വേണ്ടേ? അംബിക. ഹലോ ഏട്ടാ, ഞാൻ മാനസ അംബികെ. സിദ്ധാർത്ഥൻ കുളിക്കുക. മനസ്സ, ഏട്ടനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. എന്റെ മോളെ കാണാനില്ല. സ്കൂളിൽ നിന്ന് പോന്നു, പക്ഷെ വീട്ടിലെത്തിയിട്ടില്ല. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ആരും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയെന്നൊക്കെ